ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാർ ഐറ്റംസാണ്, നെല്ലിക്ക അച്ചാർ. അതിനു മുൻപ് എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ കഴിയൂ. ശരി, ഇനിയിപ്പോൾ നമ്മൾ വീഡിയോസിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നെല്ലിക്ക ഞാൻ ഈ 1/4 കിലോ എടുത്ത് വെച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിനെ ഒന്ന് ആവിയിൽ കയറ്റണം. സ്റ്റീം ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ കയറ്റിയിട്ട് ഒരു 3 നിമിഷം. അപ്പം നെല്ലിക്ക നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ കുക്കറിൽ നല്ലപോലെ സ്റ്റീം കയറ്റി നെല്ലിക്ക ഒന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ആവി കയറ്റിയപ്പോൾ കണ്ടോ, കളറേ മാറി. ഒന്ന് ആവി കയറ്റി വെച്ചിട്ട് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിനി നല്ല ചെറുതായിട്ട് കുരു തനിച്ച് അരിഞ്ഞെടുക്കണം, 4 അരിഞ്ഞെടുക്കണം. വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുങ്കായപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില. ഇതാണ് ഇതിന് വേണ്ട ചേരുവകൾ. വിനീഗർ. ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ നെല്ലിക്ക നല്ല പോലെ ചെറുതായിട്ട് കഷ്ണിക്കാം. നെല്ലിക്ക വന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുവൊക്കെ നീക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ നല്ലെണ്ണയാണ് അച്ചാറിന് എടുക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂൺ, കുറച്ചധികം നല്ലെണ്ണ ഒഴിക്കാം. വലിയ സ്പൂണിൽ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായ ഉടനെ കടുകും ഒരു വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഒരു 6-7 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി, ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ആയോട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ. സ്റ്റവ് ഓഫ് ചെയ്തു. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടി ഇടുന്നത്. കാശ്മീരി ഉണ്ടെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിത് എരിവുള്ള മുളക് പൊടി ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ ഇടുന്നുണ്ട്. ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റവ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, കഴിക്കും. അതുകൊണ്ട് ചെറിയൊരു ടീസ്പൂണാണ്. പിന്നെ അതിൻ്റെ കൂടെ പെരുങ്കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. പെരുങ്കായം
അതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടിലെ എല്ലാം ഒന്നതായി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് സിമ്മിലാക്കിയിട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറ്റി വെച്ച വെള്ളമാണ്, 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗറാണ്, 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഒരു 3 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഈ സ്പൂണിന് 3 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കണം. നല്ല തിളച്ച് നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. ഇനി ആറിയോടനെ സർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു കണ്ടെയ്നർ എടുത്തിട്ട് ബോട്ടിലെടുത്തിട്ട് ആക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 മാസം കൂടി കേടുവരാതെ വെക്കും. അതുകൊണ്ട് ഇനി നമുക്ക് ആറിയോടനെ സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നല്ലപോലെ അച്ചാർ ആറി കിട്ടിയിട്ടുണ്ട്. ആറിയപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ഗ്രേവി ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതോ നന്നായിട്ട് വന്നിട്ടുണ്ട് അച്ചാർ. ഇനി നമ്മൾ ഉപ്പുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ഉപ്പുണ്ട്. ഞാൻ ഉപ്പ് കൂടുതലായിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്. ഉപ്പുണ്ട്. ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. സൂപ്പറായിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് കമൻസ് അറിയിക്കൂ. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.